അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്നോടുകൂടി MV നികേഷ് കുമാർ തന്റെ 28 വർഷം നീളുന്ന മാധ്യമ ജീവിതം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓ മൈ ഗോഡ്. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഇതിന്റെ നെറ്റ്വർത്ത് 20 കോടിയായി ഉയർത്തണമെന്നുള്ള MIB-യുടെ ഇത് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു സാമ്പത്തികമായി കഴിവുള്ള ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ തീർച്ചയായും പൂർണ്ണമായും ഏൽപ്പിച്ചിട്ടുള്ളത്. സത്യമാണോ ഈ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ടർ TV-യിൽ നിന്ന് സാങ്കേതികമായി ഇറങ്ങുന്നത്. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. നാളെ മുതൽ അദ്ദേഹം CPIM-ന്റെ ഒരു അംഗമായി പൊതുപ്രവർത്തനം ആരംഭിക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം. 93-ലാണ് താങ്കൾ ഏഷ്യാനെറ്റിലെത്തുന്നത്. 96-ൽ താങ്കൾ. അതെ. ഈ കൂട്ടത്തിൽ MV നികേഷ് കുമാറുമായി ഏറ്റവും കൂടുതൽ ബന്ധം താങ്കൾക്കാണല്ലോ. അതെ. പിന്നീട് ഞങ്ങൾ വളരെ ദീർഘകാലം അടുത്ത് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്കും നല്ല സുഹൃത്തുക്കൾ എന്ന നിലയ്ക്കും ഏതാണ്ട് ഒരു മുറിയിൽ തന്നെ ജീവിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇതെന്നാ വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 24 മണിക്കൂർ തത്സമയ വാർത്താ ചാനൽ എന്ന സങ്കല്പവുമായിട്ട് നികേഷ് രംഗത്ത് വരുന്നതും അങ്ങനെ ഇന്ത്യ വിഷൻ ആരംഭിക്കുന്നു. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ ഇഷ്ടം. പക്ഷെ എപ്പോഴും എനിക്ക് നികേഷിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നികേഷ് അടിസ്ഥാനപരമായ ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ്. അദ്ദേഹത്തിൻ്റെത് ഒരു രാഷ്ട്രീയ സത്തയാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചു വീണ വീട് പോലും ഒരു പാർട്ടി ഓഫീസ് പോലത്തെ ഒരു വീടാണ്. ആണോ? ഭയങ്കര. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും അദ്ദേഹം തിളങ്ങുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ്. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഏറെ എന്നെ ആകർഷിച്ചൊരു ഘടകം എന്താണെന്ന് അറിയൂ? സാധാരണ മാധ്യമപ്രവർത്തനത്തിന്റെ ലൈം ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ ലൈം ലൈറ്റിൽ ലൈവായിട്ട് നിൽക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലൊക്കെ കയറി നിറങ്ങണേ. സമാനമായ എന്തെങ്കിലും രാഷ്ട്രീയ പദവികളിലേക്കാണ് ആളുകൾ പോവുക. പക്ഷെ അതാണല്ലോ ആകർഷിക്കുന്നത്. ഒരു രാജ്യസഭാ സീറ്റ്, അതല്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റ്, ഇനി അതും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാക്കിയാണല്ലോ പോവുക. പക്ഷെ ഇവിടെ നികേഷ് ആരംഭിക്കുന്നത് 0-ൽ നിന്നാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ ഇടയിൽ തുടരാമായിരുന്നു. ഒരുപക്ഷെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പങ്കെടുക്കാതെ, സ്ക്രീനിൽ അപ്പിയർ ചെയ്യാതെ, നേരത്തെ ആൻഡ്രോ സൂചിപ്പിച്ചതുപോലെ ഒരു എഡിറ്റോറിയൽ കൺട്രോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിലനിർത്തുകയോ എഡിറ്റോറിയൽ ടീമിൽ തുടരുകയോ ചെയ്യാമായിരുന്നു. ഹാർഡ് വർക്കിങ്ങിന്റെ ഒരു ശൈലി കൊണ്ടുവന്ന പുള്ളിയാന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണല്ലോ. രാവിലെ 6 മണി തുടങ്ങി രാത്രി 12 മണി വരെ. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു അല്ല സാർ? അതെ. അത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതെ, സൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന ഘട്ടത്തിലും അതെ, ഒറ്റയ്ക്കായാലും അത് പൊരുതുക എന്നൊരു ശൈലിയുണ്ട്. ആ പൊരുതൽ രാഷ്ട്രീയത്തിലാകുമ്പോൾ വേറെ രൂപത്തിലാണ് അത് സഹായിക്കുക. ഈ ലാസ്റ്റ് ഇലക്ഷന്റെ ദിവസേ നമ്മൾ കണ്ടത് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുള്ളി ചെയ്തിട്ട്. മഞ്ഞവെള്ളം കുടിച്ചാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇതിന്റെ ചിത്രം നവമാധ്യമ പ്രതിഭകൾക്ക് കിട്ടിയതോടെ പാസാക്കിയ കമന്റുകളാണ് ബഹുകേമം. തൊട്ടിയും കയറും ഉണ്ടായിട്ടും കിണറ്റിലിറങ്ങിയ ആദ്യ വ്യക്തിയാക്കി നികേഷ് എന്ന സ്ഥാനാർത്ഥിയെ. എന്തായാലും നമുക്ക് വളരെ മിസ്സിംഗ് ആണ് നമ്മുടെ ടീമിൽ നിന്ന്. ഇനി സുജയ്ക്കും എനിക്കും സ്മൃതിക്കും ഒക്കെ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ആശയപരമായി തർക്കിക്കാനുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പിള്ളാരെ. അവൻ എന്നാ ചെയ്യുമെന്ന് നമുക്ക് കാണാമല്ല. അപ്പൊ അതിനൊരു തീരുമാനമായി.